ആണോ? ഹലോ ഗൈസ്, പിടിക്കലും പിടിക്ക് 2 യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ സത്യം പറഞ്ഞ ഏരപ്പാറയ്ക്ക് പോകണ വഴിയാണ് ബാങ്കിൽ. അപ്പം മഴ വന്നപ്പം ഞാൻ നമ്മുടെ ഇവിടെ ഒരു നേഴ്സറി ഉണ്ട് ആലടിയിൽ, ആതിഖ പരുത്തുപ്പാറ കാർഷിക നേഴ്സറി. അതായത് അത്യാവശ്യം നമുക്കെല്ലാം ചെടികളും തൈകൾ, പൂഞ്ചെടികൾ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും, തെങ്ങും തയ്യ്, കമുങ്ങും തയ്യ് എന്ന് വേണ്ട, പുളി, കരിയാപ്പ്, ഓറഞ്ച്, റംബൂട്ടാന്, പൂഞ്ചെടികൾ ഒക്കെ കിട്ടുന്ന ഒരു നേഴ്സറി ഉണ്ട് കേട്ടോ. ആ നേഴ്സറിയുടെ ഓണറാണ് ഈ ചേട്ടനെ. അപ്പം കഴിഞ്ഞ വർഷം തോന്നി ഞാൻ തെങ്ങിൻ തൈ മേടിച്ചെന്ന് വെച്ചാൽ ഇവിടുന്ന് കുഴപ്പമില്ല, നന്നായിട്ട് കയറി വരുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഇതിലൂടെ പോയപ്പോൾ മഴ വന്നപ്പോൾ കയറുതാ. അപ്പം എന്തായാലും അവിടെ കയറിയ സ്ഥിതിക്ക് എനിക്ക് ഇഷ്ടമുള്ള 1-2 സെലക്ട് ചെയ്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. നമ്മുടെ നാട്, നമ്മുടെ അയൽപ്പക്കം. അപ്പം ഇങ്ങനെ ഒരു നേഴ്സറി ഉണ്ടെന്നുള്ളത് ഇടുക്കിയിൽ പലർക്കും അറിയത്തില്ലായിരിക്കും. അപ്പം അറിയാത്തവർ ഇതാ ഇവിടെ വന്നാൽ മതി കേട്ടോ. ചേട്ടാ, അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് കൊടുക്കൂലേ? നല്ല ഇനം കൊടുത്താലേക്കട്ടെ, ഞാൻ കാണിക്കാമേ. ചേട്ടാ, ഇത് കരിമുണ്ട. ഇത് നമ്മൾ ചൊവ്വനേരം നോക്കുകയാണെങ്കിൽ 3-ാം വർഷം മുതൽ കായ്ക്കും. ഉറപ്പ്. അതിനാന്ന് വെച്ചാൽ കുഴി കുത്തി വെക്കുന്ന കൂട്ടത്തിൽ ചാണകപ്പൊടിയും കൂടെ ഇതിനകത്ത് കുഴിക്കകത്ത് തന്നെ ഇട്ട് മൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വളർന്നു കയറി. പക്ഷെ ഞാൻ ഒരു സത്യം പറയട്ടെ, ചിലവരൊക്കെ ഇങ്ങനെ നട്ട് കഴിയുമ്പോഴത്തേക്ക് 2 കൊല്ലം 3 കൊല്ലം എന്നൊക്കെ പറയും. ഞാൻ കഴിഞ്ഞ വർഷം നട്ട കൊടുത്തല ഈ പ്രാവശ്യം ചരടായി. അങ്ങനെയുള്ളത് ഉണ്ട്. പക്ഷെ എന്തായാലും അപ്പൊ ഇത് കരിമുണ്ടയുടെ കൊടിക്ക് നല്ല തൂക്കമുള്ള സൈസ് നല്ല ഇനം കൊടുത്തലയാണ് അല്ലേ? അപ്പൊ ഞാൻ എന്തായാലും ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇത് കൂട്ട് കുറച്ച് മേടിക്കാം. പിന്നെ എനിക്ക് വേണ്ടത് നല്ല ഇനം റംബൂട്ടാൻ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും മലേഷ്യൻ കുള്ളൻ തെങ്ങ. അപ്പൊ ഇതിന് എത്ര റേറ്റ്? എത്രയാ? 300 രൂപ. ഇത് എത്ര കൊല്ലം? 3.5 വർഷം കൊണ്ട് കായ്ക്കുന്നു. 3.5 വർഷം കൊണ്ട് കായ്ക്കും. ഇവിടെ കായ്ച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ. മലേഷ്യയിലെ തെങ്ങും തൈ. മലേഷ്യന്റെ പേരാണോ? ഓ, ശരി. അപ്പൊ ഈ തെങ്ങോ? തീയഞ്ചൂടി. ഇതെത്ര വർഷം? 5 വർഷം. നല്ല കായ്ക്കുന്ന സ്ഥിതി തെങ്ങാൻ തോന്നുന്നു. അപ്പം നല്ല അത്യാവശ്യം നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്ന കൊടംപുളി എന്നാ വില? എനിക്ക് കൊടംപുളി ഒരെണ്ണം വാങ്ങണം. എത്രയാ? 350 രൂപ ബഡിന്റെ അല്ലേ? പൊന്ന് ചേട്ടാ, ഇതിന്റെ പേരാണ് അബിയു അല്ലേ? എന്റെ പൊന്ന് ഗൈസ്, ഇത് ഞാൻ വീട്ടിൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പൂവൊക്കെ വന്നായിരുന്നു. ആ പേര് മറന്നുപോയി. ഇപ്പോഴാണ് എനിക്ക് അതിന്റെ പേര് മനസ്സിലായത്. അബിയു അല്ലേ? നല്ല മുട്ടപ്പഴം, അത് മുട്ടപ്പഴം പോലത്തെ ഒരു സംഭവം അല്ലേ? ഓറഞ്ചിന്റെ കളറ്. അത് തന്നെ. അപ്പോൾ ഇനിയും ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ടൈം പോയി. അപ്പോൾ എല്ലാവരും ഇടുക്കിലും ഇടുക്കി 2 യൂട്യൂബ് ചാനൽ കാണുക. പ്രത്യേകിച്ച് നമ്മൾ ഇടുക്കിയിലുള്ള ആൾക്കാർ, കട്ടപ്പനയ്ക്ക് പോകുന്നവർക്കൊക്കെ അറിയാം ഈ നേഴ്സറി. നമുക്ക് അറിയാത്തവരാരും തന്നെ ഇല്ല.